ലോകം 2025ലേക്ക് കടന്നപ്പോൾ ഇസ്രയേലിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹമാസ്. 2024 ജനുവരി 1 പുതുവത്സര ദിനത്തിൽ ഇസ്രയേലിൽ ഹമാസ് കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇസ്രയേലി ജനത പുതുവത്സരം ആഘോഷിക്കുമ്പോഴാണ് ആക്രമണം. തെക്കൻ ഇസ്രയേൽ ലക്ഷ്യമിട്ടാണ് ഹമാസ് റോക്കറ്റ് പായിച്ചത്. ഗസയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള നെതിവോട്ട് നഗരത്തിൽ ആക്രമണ മുന്നറിയിപ്പ് മുഴങ്ങിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2024 പുതുവത്സര ദിനത്തിലും ഹമാസ് മധ്യ ഗസയിൽ ആക്രമണം നടത്തിയിരുന്നു. 2025 പിറന്നയുടൻ ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗസയിൽ നിന്ന് തെക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് തൊടുത്തുവിട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേലാണ് റിപ്പോർട്ട് ചെയ്തത്. 2 റോക്കറ്റുകളാണ് ഹമാസ് വിക്ഷേപിച്ചതെന്നും അതിൽ ഒരെണ്ണത്തിനെ തകർത്തതായും ഇസ്രയേലി മിലിട്ടറി അറിയിച്ചു. രണ്ടാമത്തെ റോക്കറ്റ് ഓപ്പൺ ഏരിയയിൽ പതിച്ചതായും ഇസ്രയേലി മിലിട്ടറി വ്യക്തമാക്കി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരിച്ചടിക്കുമെന്ന സൂചനയും IDF നൽകി. ഗസയിൽ നിന്ന് ഹമാസ് റോക്കറ്റ് തൊടുത്തുവിട്ട മേഖലയിൽ തിരിച്ചടിക്കുമെന്നാണ് IDF വ്യക്തമാക്കിയത്. ഗസയിലെ അൽ മുറൈജ് മേഖലയിൽ താമസിക്കുന്നവരോട് ഒഴിഞ്ഞുപോകാനും IDF മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് ഭീകരർ ഒരിക്കൽ കൂടി റോക്കറ്റ് ആക്രമണം നടത്തിയെന്നാണ് IDF വക്താവ് പറഞ്ഞത്. സുരക്ഷയ്ക്കായി എത്രയും വേഗം ഹ്യൂമാനിറ്റേറിയൻ സോണിലേക്ക് മാറാനും അൽ ബുറൈജിലെ താമസക്കാരോട് IDF നിർദ്ദേശം നൽകി. അതിനിടെയാണ് പുതുവർഷത്തിൽ തന്നെ ഹമാസ് കമാൻഡറെ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. ഹമാസിന്റെ നുഖ്ബ ഫോഴ്സിന്റെ കമാൻഡർ അബ്ദൽ ഹാദി സാഭയാണ് വധിച്ചത്. നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ട 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് സാഭ. ഖാൻ യൂനിസ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു സാഭ. ഇവിടെ അഭയാർത്ഥികൾക്കായുള്ള താമസ സ്ഥലത്തായിരുന്നു ഇയാൾ രഹസ്യമായി കഴിഞ്ഞിരുന്നത്. ഈ ആക്രമണത്തിലാണ് സാഭ കൊല്ലപ്പെട്ടത്. സാഭയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രയേൽ സേന കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നടത്തിയ ആക്രമണത്തിലാണ് നുഖ്ബ പ്ലാറ്റൂണിന്റെ കമാൻഡറായ സാഭയെ വധിച്ചതെന്ന് ഇസ്രയേൽ സേന അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 കിബുട്സ് നിർ ഒസിലേക്ക് നുഴഞ്ഞുകയറിയ സാഭ ഖാൻ യൂനിസിലെ അഭയാർത്ഥി മേഖലകളിലായിരുന്നു രഹസ്യമായി കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്നും ഇയാൾ നിരവധി തവണയാണ് ഇസ്രയേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും സേന അറിയിച്ചു. അതേസമയം ഹമാസ് നേതാവ് സലേ ഔറൂറിയെ വധിച്ചതിന് പിന്നിലും തങ്ങളാണെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ബെയ്റൂട്ടിൽ വെച്ച് അറൌറിയെ വധിച്ചതെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഇതോടെ ഹമാസ് പ്രവർത്തകരെ മുഴുവൻ തുടച്ചു നീക്കാതെ പിന്നോട്ടില്ലെന്ന ഇസ്രയേലിന്റെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഉറച്ച നിലപാടിന് ഒന്നുകൂടി ബലം കൂടിയിരിക്കുകയാണ്.